ഇന്നലെ മലയാള പത്രങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെയിൻ യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരു സമ്മിറ്റ് നടത്തുന്നുവെന്നും ആ സമ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഏതാണ്ട് 2050 ഇറങ്ങാൻ പോകുന്ന പത്രം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് മനോരമയുടെയൊക്കെ ഏതാണ്ട് ലേ ഔട്ടും ഡിസൈനും ഒക്കെ വെച്ചിട്ട് തന്നെ ഒരു പത്രം ഇറക്കുകയും അതിൻ്റെ മുകളിൽ ആളുകളൊക്കെ തന്നെ അങ്ങ് അത്യന്തം ഭീതിതരാവുകയൊക്കെ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കണ്ടത് ഒന്ന് കടലിനടിയിൽ നഗരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് പിന്നെ പോട്ടെ നോക്കാം. പക്ഷേ രണ്ടാമത് ഏറ്റവും വലിയ വാർത്ത കണ്ടത് ഈ ഫെബ്രുവരി 1 മുതൽ കേരളത്തിൽ കറൻസികളില്ല, അതുകൊണ്ട് ഡിജിറ്റൽ കറൻസിയായി മാറുന്നു എന്നാണ്. ഇന്നലെ നിരവധി സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ കറൻസി മേടിച്ചില്ല എന്ന് പറയുന്ന പരാതികൾ കേൾക്കുന്നു. പിന്നെ വളരെ വൈറലാകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വൈറലായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ വന്ന് ഒരാൾ കയ്യിലുള്ള പണം മുഴുവൻ എടുത്തുകൊണ്ട് ഈ ജ്വല്ലറി മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. പാവപ്പെട്ട സാധാരണക്കാരായ നല്ലവരായിട്ടുള്ള ജ്വല്ലറിയിലെ തൊഴിലാളികൾ. അത് അദ്ദേഹത്തെ ഇതൊരു വ്യാജ വാർത്തയാണ്, അല്ലെങ്കിൽ ഇത് വാർത്ത എന്നുള്ളതിലൊക്കെ അടിച്ചിട്ടുള്ള ഒരു പരസ്യമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടു. പക്ഷെ ഇതൊക്കെ കണ്ടെങ്കിൽ പോലും നമ്മുടെ പത്രങ്ങൾക്ക് ഇതിൻ്റെ പുറത്തൊരു നാണവും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കാരണം വലിയ തോതിൽ ദോഷമുണ്ടായതുകൊണ്ട് മാതൃഭൂമി ഏതാണ്ട് ഒരു മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കുന്നത് അത് പരസ്യമാണ്, വാർത്തയല്ല എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യം കൂടി അവർ കുത്തിത്തിരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് പരസ്യമാണ്, വാർത്തയല്ല. മലയാള മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ജെയിൻ ഡീംഡ് ടു യൂണിവേഴ്സിറ്റിയുടെ ഒരു പേജ് പരസ്യത്തിൽ ഡിജിറ്റൽ കറൻസിയെ പറ്റിയുള്ള പരാമർശത്തോട് ചില വായനക്കാർ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനക്കാർ നല്ല ചീത്ത പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ പച്ചക്ക് തെറി പറഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പേജിലുള്ളതെല്ലാം സാങ്കല്പിക വാർത്തകളാണ് എന്ന മുന്നറിയിപ്പ് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിൽ മാത്രമായിരിക്കും എന്നത് പരസ്യത്തിൻ്റെ ഭാഗമായ ഒരു സാങ്കല്പിക വാർത്തയാണെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ പതുക്കെ നൈസായിട്ട് അതിൽ നിന്ന് ഊരാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ഒരു നാണവുമില്ലാതെ മനോരമ ഇന്ന് അതിൻ്റെ ഏതാണ്ട് 3ാമത്തെ പേജിൽ, അതായത് 3rd പേജിൽ, ഇന്ന് ഫ്രണ്ട് പേജിൽ വലിയ പരസ്യമാണ് കൊടുത്തേക്കണം. അതായത് അജ്മൽ ബിസ്മിയുടെ പരസ്യമാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കണം കൊച്ചി എഡിഷനിൽ. അതിനുശേഷം 3ാമത്തെ പേജ് എത്തുമ്പോഴേക്കും കൊച്ചി ഒരുങ്ങി സമ്മിറ്റ് ഫ്യൂച്ചറിന് ഇന്ന് തുടക്കം എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കണം. അതിൽ ടെസ്ല എക്സ് മോഡലിനെ അടുത്തറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോബോട്ടുമായി കുശലം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ കാർണിവൽ ആഘോഷമാക്കാൻ അർമാൻ മാലിക് കൊച്ചിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ വീണ്ടും മനോരമ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടിയ കാൽപ്പണം നക്കിയെടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്നും മനോരമ അതേ പരിപാടി തന്നെ തുടർന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ മറ്റ് മാതൃഭൂമി ഏതാണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് പത്രങ്ങൾ എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് തന്നെ വീണ്ടും ഇന്ന് സംഭവിച്ചിരിക്കുന്നു. കാരണം കാശ് കിട്ടിയാൽ ഏത് തരത്തിലുള്ള വാർത്തയും ഇവർ കൊടുക്കും എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്നത്തെ 3ാം പേജ്. അതിൽ പോലും വാർത്തയുടെ അതേ രൂപത്തിലാണ് ഈ അഡ്വർട്ടൈറിയിൽ കൊടുത്തേക്കുന്നത്. കാരണം കൊച്ചി ഒരുങ്ങി സമ്മിറ്റ് ഫീച്ചറിന് ഇന്ന് തുടക്കം, മനോരമയുടെ അതേ ഫോണ്ടാണ്, അതേ ലേ ഔട്ടാണ്, അതേ ഡിസൈനാണ്. പക്ഷേ അത് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഒരു മറ്റേ കാറും കൂടെ 6 മാസത്തേക്ക് ഇറക്കുമതി ചെയ്തു. അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. പക്ഷേ അത് കാർ ഇറക്കുമതി ചെയ്ത് അങ്ങനെയും കുറച്ച് ആളെ കൂട്ടാൻ ഇവർ ശ്രമിക്കുകയാണ്. അതിനൊന്നും തെറ്റില്ല. പക്ഷേ അതിന് ജെയിൻ യൂണിവേഴ്സിറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അവരുടെ ബിസിനസ് നടത്താനുള്ള പല വഴിയും നോക്കും. പക്ഷേ നിങ്ങൾ മനോരമക്കാരറിയേണ്ടത് പത്രം ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മനോരമക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം മേടിക്കുന്ന പണമെന്ന് പറയുന്നത് ഏതാണ്ട് 9 രൂപ 9 രൂപയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 270-300 രൂപ മേടിച്ചിട്ടാണ് ഈ പത്രം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിടുന്നത്. അതുകൊണ്ട് നേരത്തേക്ക് മനോരമയുടെ വനിതയൊക്കെ തന്നെ ഓണം എടുക്കുമ്പോഴേക്ക് 2 വനിത പ്രിൻ്റ് ചെയ്യുമായിരുന്നു. കാരണം പരസ്യം കൂടുതൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മനോരമ പത്രവും ഓണത്തിൻ്റെയൊക്കെ സമയത്ത് 2 മനോരമ പത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ സഹിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കൊത്തുന്ന ഈ ധാർഷ്ട്യം കൂടി ജനം സഹിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ സർക്കുലേഷൻ ഇനിയും കുറയും എന്ന് മലയാള പത്രങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാണത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ, നാണം മറക്കാൻ ഒരു ഇല പോലുമില്ലാതെ മലയാള പത്രങ്ങൾ അങ്ങേയറ്റ വകയ്ക്കോടെ എന്നിരിക്കുന്നു. ഇതാണ് പത്രങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ മാധ്യമങ്ങളുടെ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന്
അദ്ദേഹത്തിന് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു പത്രം നോക്കുമ്പോൾ ആ പത്രത്തിലുള്ള പേരുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണറുടെ ആണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആണെങ്കിലും നോബൽ പ്രൈസ് കിട്ടിയ ആളുടെ പേരൊക്കെ ആണെങ്കിലും വായിച്ചു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അത് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് ജനത്തോട് കൃത്യമായിട്ട് തുറന്നു പറയുക. അതിന് രണ്ട് വഴികളുണ്ട് അരുൺകുമാർ. ഒന്നുകിൽ ഇത് പരസ്യം, ഞാൻ പോലും വാർത്തയാണെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പരസ്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു കോംപ്ലിമെൻ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് തൽക്കാലം രക്ഷപ്പെടാം. അല്ലെങ്കിൽ അരുൺകുമാർ രക്ഷപ്പെടാൻ അടുത്ത വഴിയുണ്ടായിരുന്നു. ഇത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. കാരണം ഈ ഫ്രണ്ട് പേജിൽ ഇത്തരത്തിൽ വാർത്ത കൊടുത്താൽ ആരും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ അതൊരു വിമർശനം നടത്തിക്കൊണ്ടും വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്കൊരു അബദ്ധം പറ്റി, അതുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ ഡിജിറ്റൽ കറൻസി ആകുമെന്ന് പറയുന്ന വാർത്ത വായിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അത് പെട്ടെന്ന് അതിരാവിലെ ഞാൻ ഈ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നൊരു വാർത്ത ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വായിച്ചതാണ്. പക്ഷെ എനിക്ക് രണ്ടാമത്തെ നോട്ടത്തിലാണ് മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടൊരു ക്ഷമ ചോദിക്കുന്നത് അന്തസ്സിന് വളരെ 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 നല്ലതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി പത്രം വായനയില്ല.